നമസ്കാരം. ഇപ്രാവശ്യം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ സെലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് പ്രത്യേകിച്ചും സഞ്ജു സാംസൺ വേൾഡ് കപ്പ് ടീമിൽ ഒന്നാം വിക്കറ്റ് കീപ്പറായി വന്നതോടുകൂടിയിട്ട് ഒരുപാട് ചർച്ചകൾ, എന്തുകൊണ്ടാണ് അങ്ങനെ നടന്നത്, ആരാണ് ഇതിൻ്റെ പിന്നിൽ എന്നൊക്കെയുള്ള ചർച്ചകൾ കാര്യമായിട്ട് നടക്കുന്നുണ്ട്. പല പല കോൺസ്പിറസി തിയറികൾ നടക്കുന്നുണ്ട്. ശുഭമാൻ ഗിൽ ടീമിലേക്ക് തിരിച്ചു വന്നപ്പോൾ എന്തുകൊണ്ടാണ് വൈസ് ക്യാപ്റ്റൻ ആയത്? ഇന്ത്യയിൽ ഭയങ്കര വരുമാനമുള്ള, വളരെ സ്വാധീനമുള്ള ഒരു ഓർഗനൈസേഷനാണ് BCCI. അതുകൊണ്ട് തന്നെ പൊളിറ്റിക്കൽ ഇൻവോൾവ്മെൻറ്റ് വളരെ വലുതാണ്. ജനങ്ങളുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ആൾക്കാർ ഭയങ്കര ഇമോഷണലാണ് ക്രിക്കറ്റിനെ പറ്റിയിട്ട്. ആൾക്കാരുടെ ആ ഇമോഷണൽ വാല്യൂ ആണ് BCCIയുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ആ ഇമോഷണൽ വാല്യൂവിൻ്റെ പവർ കൊണ്ടിട്ടാണ് അത്രയും ആൾക്കാർ ഈ കളി കാണാൻ പോകുന്നതും ഇതിനു വേണ്ടിയിട്ട് ഭയങ്കര ആവേശത്തോടെ സംസാരിക്കുന്നതും ഒക്കെ. ഒരു ഇമോഷണൽ വാല്യൂ വളരെ ഹൈ ആയതുകൊണ്ട് ആരാധകരുടെ അഭിപ്രായത്തിന് വില കൽപ്പിക്കാതെ BCCIക്ക് സ്വന്തമായിട്ട് കംപ്ലീറ്റ് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റില്ല. സച്ചിൻ തെണ്ടുൽക്കറിന് ശേഷം വിരാട് കോഹ്ലിയായിരുന്നു നമ്മുടെ പോസ്റ്റർ ബോയ്. രോഹിത് ശർമ്മയ്ക്ക് ഈക്വലി ഉള്ള ഒരു താരമൂല്യമുണ്ടായിരുന്നു. അപ്പം ഈ താരമൂല്യങ്ങളാണ് കൊമേഴ്ഷ്യൽ ക്രിക്കറ്റിനെ ഇന്ത്യയിൽ നിലനിർത്തുന്നത്. അപ്പോൾ കൊമേഴ്ഷ്യൽ ക്രിക്കറ്റ് ഇനി അടുത്ത ഒരു പോസ്റ്റർ ബോയ് ഉറപ്പായിട്ടും വേണം. അതിന് അവർ കണ്ടുവച്ചിരിക്കുന്ന ആൾ ശുഭ്മാൻ ഗില്ലും കാണാനുള്ള സൗന്ദര്യം കൊണ്ടും ആ ഒരു എലഗൻസ് കൊണ്ടിട്ടും കളിയുടെ ശൈലി കൊണ്ടിട്ടും ഒക്കെ ഒരു പോസ്റ്റർ ബോയ് ആകാൻ എല്ലാ വിധത്തിലും യോഗ്യനായിട്ടുള്ള ഒരാളാണ്. അപ്പം അങ്ങനെ ഒരാളെ ക്രിക്കറ്റിലെ ഏറ്റവും മൂല്യമുള്ള കളി എന്ന് പറയുന്നത് T20 ക്രിക്കറ്റാണ്. അപ്പോൾ T20 ക്രിക്കറ്റിൽ അയാൾ ക്യാപ്റ്റൻ ആയില്ലെങ്കിൽ, അല്ലെങ്കിൽ T20 ക്യാപ്റ്റനിലെ പ്രമുഖ കളിക്കാരനായില്ലെങ്കിൽ ഈ പോസ്റ്റർ ബോയ് എന്ന ഒരു കൺസെപ്റ്റ് തന്നെ സക്സസ്ഫുൾ അല്ലാതെ പോകും. അപ്പോൾ ഉറപ്പായിട്ടും അവർക്ക് ഇന്നല്ലെങ്കിൽ നാളെ ശുഭ്മാൻ ഗില്ലിനെ T20 ക്രിക്കറ്റിൻ്റെ അമരത്ത് എത്തിച്ചേ പറ്റുള്ളൂ. ഇപ്രാവശ്യം വൈസ് ക്യാപ്റ്റനെ സെലക്ട് ചെയ്ത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. പാണ്ഡ്യ എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രോങ് ലീഡർഷിപ്പ് ട്രേറ്റ് ഉള്ള ഒരാൾ ടീമിലുള്ളപ്പം വൈസ് ക്യാപ്റ്റൻ ആയിരിക്കുന്നത് അക്ഷർ പട്ടേലാണ്. എന്തുകൊണ്ടാണ് അക്ഷർ പട്ടേലിനെ വൈസ് ക്യാപ്റ്റൻ ആക്കുന്നത്? അയാൾക്ക് എപ്പോൾ വേണമെങ്കിലും റീപ്ലേസ് ചെയ്യാൻ പറ്റിയ ഒരു വൈസ് ക്യാപ്റ്റൻ ആയതുകൊണ്ടിട്ടാണ്. ശുഭ്മാൻ ഗിൽ ഈ വേൾഡ് കപ്പിന് ശേഷം ശുഭ്മാൻ ഗിൽ ഇന്ത്യൻ ടീമിൽ തിരിച്ചു വരും. ഇപ്പോഴത്തുള്ള സിറ്റുവേഷനിൽ ലോട്ടറി അടിച്ചിരിക്കുന്നത് സൂര്യകുമാർ യാദവിനാണ്. സൂര്യകുമാർ യാദവിനെ ക്യാപ്റ്റൻസിയിൽ നിന്ന് ഉടനെ എങ്ങും മാറ്റാൻ പറ്റില്ല. കാരണം സൂര്യകുമാർ യാദവ് തിരിച്ച് വേൾഡ് കപ്പിന് ശേഷം തിരിച്ച് ഇന്ത്യയുടെ ക്യാപ്റ്റനായി കണ്ടിന്യൂ ചെയ്യുകയും ശുഭ്മാൻ ഗിൽ തിരിച്ചു വരികയും പുള്ളി വൈസ് ക്യാപ്റ്റനായിട്ട് കണ്ടിന്യൂ ചെയ്യുകയും ചെയ്തതിന് ശേഷം സൂര്യകുമാർ യാദവ് പുറത്തു പോകുമ്പം ശുഭ്മാൻ ഗില്ലിനെ ക്യാപ്റ്റനാക്കി ടീമിൽ എൻ്റെ പോസ്റ്റർ ബോയ് ആയിട്ട് നിലനിർത്തുക എന്നുള്ള BCCIയുടെ ലോങ് ടൈം അജണ്ട അവർ നടപ്പാക്കും. അല്ലെങ്കിൽ നല്ല ശതമാനം ആരാധകരുടെ പിന്തുണ, പൊതു അഭിപ്രായം, മുൻ കളിക്കാരുടെ അഭിപ്രായം എല്ലാം സഞ്ജു സാംസണ് അനുകൂലമാകുകയും സഞ്ജു സാംസണെ ഓപ്പണിങ്ങിൽ കളിപ്പിച്ചില്ലെങ്കിൽ നമ്പർ 3 മിനിമം കളിപ്പിക്കണമെന്നുള്ള രീതിയിലുള്ള ചർച്ചകൾ ഉണ്ടാവുകയും ചെയ്തപ്പം അതിനെതിരെ ആരാധകരുടെ ചിന്തകൾക്കെതിരെ വീണ്ടും ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ അത് BCCI പോലെയുള്ള നല്ലതല്ല എന്ന് അവർക്ക് മനസ്സിലായത് കൊണ്ടിട്ടാണ് അവർ സഞ്ജുവിനെ ടീമിലെടുത്തിരിക്കുന്നത്. സഞ്ജുവിന് ഇനിയും വളരെ ബുദ്ധിമുട്ട് പിടിച്ച സമയം തന്നെയായിരിക്കും മുന്നിൽ. ഒരു 3 അല്ലെങ്കിൽ 4 കളിയിൽ തുടർച്ചയായിട്ട് ഫോം ഔട്ട് ആയി കഴിഞ്ഞാൽ സഞ്ജു സാംസൺ ടീമിന് പുറത്താണ്. ഇത് സന്തോഷിക്കാം. കാരണം വെച്ചാൽ വേൾഡ് കപ്പ് ടീമിലേക്ക് സഞ്ജു വന്നിരിക്കുന്നു. അതിന് മുന്നിലുള്ള ന്യൂസിലൻഡുമായിട്ടുള്ള മത്സരങ്ങളിൽ ഫോം ഔട്ട് ആയാൽ പോലും സഞ്ജു പുറത്താവും. ചിലപ്പോൾ ഇഷാൻ കിഷനായിരിക്കും ചിലപ്പം ഓപ്പണിങ്ങിൽ കളിക്കാൻ പോകുന്നത്. നമുക്ക് പറയാൻ പറ്റില്ല. കാരണം സഞ്ജു സാംസൺ ഈസിലി റീപ്ലേസബിൾ ആയിട്ടുള്ള ഒരാളല്ല. ഹർദീപ് പാണ്ഡ്യ ഈസിലി റീപ്ലേസബിൾ ആയിട്ടുള്ള ഒരാളല്ല. അതേസമയം ഇഷാൻ കിഷനും അക്ഷർ പട്ടേലുമൊക്കെ വളരെ ഈസിലി റീപ്ലേസബിൾ ആണ്. ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ വളരെ രസകരമായ ഒരു എപ്പിസോഡാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം എല്ലാവർക്കും നന്ദി, നമസ്കാരം.